ദിസ് ഈസ് ഹൗ ഐ ക്വിറ്റ് ഷുഗർ. പക്ഷെ അത് പറയുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ ഫെയിലായി പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഷുഗർ ക്വിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിൽ പവറോ ഡിസിപ്ലിനോ ഒന്നുമല്ല. ഇതൊരു കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ബയോളജി, സൈക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ബയോളജി. നമ്മുടെ ബോഡി ആൻഡ് ബ്രെയിൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഷുഗർ കൊടുത്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അത് റിമൂവ് ചെയ്യുമ്പോൾ അവർ ബോഡി ഡെഫിനറ്റ്ലി ഫീൽസ് ഷോക്ക്ഡ് ആൻഡ് ഓവർ സ്ട്രെസ്. അതുകൊണ്ട് തന്നെ മുന്നത്തെക്കാട്ടിയും ക്രേവിങ്സ് ഇൻക്രീസ് ചെയ്യും, എനർജി ക്രാഷസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡീനെ അങ്ങനെ പെട്ടെന്ന് ഷോക്ക് ചെയ്യാണ്ട് നമുക്ക് പതിയെ പതിയെ ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്ത റൂൾസ് ആണ് റെഡ്യൂസ് ഫ്രീക്വൻസി, പോർഷൻ, റീപ്ലേസ് ആൻഡ് കീപ് ഇറ്റ് ഔട്ട് ഓഫ് സൈറ്റ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഓൾ ഓർ നത്തിങ് മൈൻഡ് സെറ്റ് കാരണമാണ് പലർക്കും ഇത് പറ്റാത്തത്. അതായത് ഇന്നിപ്പോൾ നമ്മൾ ഷുഗർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും, 1 or 2 ഡേയ്സിൽ ഈ ഒരു സിംറ്റംസ് ഒക്കെ കാരണം നമ്മൾ ക്രേവിങ്സ് വന്നിട്ട് കഴിക്കും. അപ്പോൾ ഈ കഴിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മൾ കൺസിസ്റ്റൻസി ബ്രേക്കായി, നമ്മൾ ഫെയിലായി പോയെന്ന് വെച്ചിട്ട് ഒരുപാട് അധികം കഴിക്കും, എന്നിട്ട് വീണ്ടും തുടങ്ങും, വീണ്ടും ഇതേ അവസ്ഥ. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഓൾ ഓർ നത്തിങ് മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നു, കഴിഞ്ഞ ആഴ്ച കഴിച്ചതിനെക്കാട്ടിയും എത്രത്തോളം അതിൻ്റെ പോർഷൻ കുറച്ചു, അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്നതാണ്. ഗ്രാജുവലി നമ്മുടെ ബ്രെയിൻ ആൻഡ് ബോഡീനെ ട്രെയിൻ ചെയ്യുന്നതുമാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഓൾ ഓർ നത്തിങ് മൈൻഡ് സെറ്റ് എടുത്ത് കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്ന് വിചാരിക്കേണ്ട ഐ എം സമ്മൺ ഹു വർക്ക്സ് ഓൺ മൈസെൽഫ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബോഡീനെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത് അപ്പോൾ ഗ്രാജുവലി എൻ്റെ ബോഡിയും അഡാപ്റ്റ് ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ ബാക്ക് ടു ബയോളജി പാർട്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഷുഗർ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയാവുന്നു. അങ്ങനെയല്ല. മൊത്തത്തിലുള്ള ബ്ലഡ് ഷുഗർ ആൻഡ് ഇൻസുലിൻ സ്പൈക്സിനെ മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രേവിങ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു സഡൻ ഇൻസുലിൻ സ്പൈക്ക് വരുമ്പോൾ ക്രാഷസ് ഉണ്ടാകും. ഈ ക്രാഷസ് നമുക്ക് ക്രേവിങ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഷുഗർ കട്ട് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ബോഡിയിൽ ഈ ഒരു സംഭവം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നും എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങളും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് സ്പൈക്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഹീലിംഗ് റൂട്ടീൻ സീരീസിലെ മുന്നത്തെ പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് ഹീലിംഗ് റൂട്ടീൻ സീരീസ്. കാരണം നമ്മുടെ ബോഡിയിലുള്ള മെക്കാനിസം മനസ്സിലായാലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു ഹീലിംഗ് റൂട്ടീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഈ ഒരു ഈറ്റിംഗ് പ്രിൻസിപ്പിൾസ്, എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് ഫോളോ ചെയ്യുക. അതിൻ്റോടൊപ്പം തന്നെ എനിക്കൊരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വാക്കിംഗ് ആഫ്റ്റർ മീൽസ് എന്ന് പറഞ്ഞാൽ. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി നമുക്ക് ആ ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരിക്കും. പക്ഷേ ഞാൻ ഒരു 5 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തു, പതുക്കെ അത് 10 മിനിറ്റ്സ്, അങ്ങനെ ഗ്രാജുവലി ഒരു 20 മിനിറ്റ്സിൽ ജെൻറ്റിലായിട്ടൊരു വാക്കിംഗ് ആണ്, ഒരു റണ്ണിങ്ങോ ഒന്നുമില്ല, ചുമ്മാ അങ്ങ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈക്കോളജിയും മൈൻഡ് സെറ്റും ബ്ലഡ് ഷുഗർ ആൻഡ് ഇൻസുലിൻ സ്പൈക്ക് മാനേജ്മെൻറ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഷുഗർ ക്രേവിങ്സ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ക്രേവിങ്സിന് ഞാൻ കൺട്രോൾ ചെയ്ത്. അപ്പോൾ അതിന് ഞാൻ ഫോളോ ചെയ്ത ആ ഒരു 4 പ്രിൻസിപ്പിൾ അല്ലേ, അത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തു എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.